ദുർഗ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര. ഉത്തര നക്ഷത്രം അയ്യപ്പനുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു നക്ഷത്രമാണ്, അതറിയാമല്ലോ. എന്തായാലും കണക്ക് കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. സാധാരണ കണക്കായാലും ആത്മീയമായ കണക്കുകളായാലും ഇങ്ങനെ പോയാൽ അവിടെ എത്താം. ജീവിത യാത്രക്കിടയിൽ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ ആത്മീയമായി ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്താഗതി ഉള്ളവരാണ് ഇവർ. ആ കണക്കാണ് ഇവർക്കുള്ളത്. മറ്റു കണക്കിന് പുറമെ വെറും വാശിയും ഉള്ളവരാണ്. വിദ്യാഭ്യാസം ഉള്ളവരായാലും അല്ലാത്തവരായാലും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ശേഷി ഇവർക്കുണ്ടായിരിക്കും. അവർ പഠിക്കുന്ന കാലത്ത് നല്ല മാർക്ക് വാങ്ങും, ജോലി ലഭിക്കും, അവർ വിചാരിക്കുന്ന തരത്തിലുള്ള പങ്കാളിയെ ലഭിക്കും. കാലയളവിൽ അവർക്ക് ചില വൈഷമ്യങ്ങളുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വേർപാട്, വിയോഗം സഹിക്കേണ്ടതായി വരും. വീടുണ്ടാകും, ജോലി ഉണ്ടാകും, നല്ല ജീവിത പങ്കാളിയെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. 11-ലാണ് വ്യാഴം നിൽക്കുന്നത്. അക്കാരണത്താൽ ഇവർക്ക് ഭാഗ്യം ഉണ്ട്. അകലെ കൂടി പോകുന്ന ഭാഗ്യമായാലും അടുത്ത് എത്തുന്നതാണ്. വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ഇടപാടുകളിൽ കൊടുത്തിരുന്ന ധനം തിരികെ കിട്ടും. മേന്മയുള്ള ഒരു അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഇവർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളവരാണ്. ശോഭനമായ ഭാവി, മാതൃകാപരമായ കുടുംബം നയിക്കും. അർത്ഥമാണ്. ബോധമുള്ളവരാണ്, സയൻസ് പഠിക്കുന്നവരാണ്. അതെല്ലാം മികച്ച നിലയിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ കഴിയും. ഒരു ശാസ്ത്രജ്ഞന്മാരോ രാഷ്ട്രീയ നേതാക്കളോ ആകാൻ കഴിവുള്ളവരാണ്. സ്വത്തും വകയും ഉണ്ടാകും. മറ്റുള്ള ബഹുമുഖ പ്രതിഭകളുടെ ഉടമയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഫലദാനം പറഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഫലദാനം എന്ന് ഉദ്ദേശിച്ചത്. വളരെ അമൂല്യമായ കാര്യങ്ങൾ അവർ ചെയ്യും. സൗന്ദര്യബോധമുള്ളവരെന്ന് മാത്രം അല്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്തുള്ള ബ്യൂട്ടി പാർലർ മുതലായവ ഉണ്ടല്ലോ, അതൊക്കെ കൈകാര്യം ചെയ്യാനും സ്വന്തം സ്ഥാപനം നടത്താനും ജോലി നേടാനും അവർ കഴിയും. ജീവിത പങ്കാളിക്കും ജോലി സ്ഥിരത, പ്രൊമോഷൻ ഒക്കെ ലഭിക്കുന്ന വർഷമാണ്. ഇവരുടെയും 11-ലാണ് വ്യാഴം. 11-ലെ വ്യാഴം ഇവർക്ക് ഉത്തരവാദിത്തം നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇവരുടെ ശുക്രനും 11-ലാണ്. ശുക്രനും വ്യാഴവും ഞാൻ വലുതെന്ന് പറയുന്ന ശുഭഗ്രഹങ്ങളാണ്. ഇവരെ അട്ടിമറിക്കാനൊന്നും പെട്ടെന്ന് സാധിക്കുകയില്ല. വ്യക്തിപരമായാലും സംഘടനയിലായാലും കുടുംബ വൃത്തത്തിലായാലും ഇവരെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണ്. നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ മാറിത്തരും, പക്ഷേ അവരെ അട്ടിമറിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ തിരിച്ചു ചെയ്യും. അവർ മന്ത്രതന്ത്രങ്ങൾ വരെ പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ്. നല്ല കുടുംബം നയിക്കും. അത് ചിത്തിര 1ഉം 2ഉം പാദങ്ങളാണ് കന്യയിൽ. ഫലിതപ്രിയരാണ്. സ്വത്തുക്കൾ ഉണ്ടെങ്കിലും വേറെ സമ്പാദിക്കാൻ കഴിവുള്ളവരാണ്. ആരെയും സംസാരിച്ച് വശത്താക്കാൻ, ശത്രുവിനായാലും സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സംസാരിച്ച് മിത്രത്തെ പോലെ പരിക്കെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഈ കന്നിക്കൂറിലുള്ള ചിത്രക്കാർ. ഇവർക്ക് എപ്പോൾ മാത്രം വിവാഹം ലേറ്റാകും, എന്നാലും കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇവർ കഴിയും. ഇവർക്കും ജോലി സ്ഥിരത ഉണ്ടാകും, ജീവിത പങ്കാളിക്കും വരുമാനം ഉണ്ടാകും, സ്ഥാപനം ഉണ്ടാകും. അടുത്തത് ചിത്ര 3-4 പാദം ചോതി, വിശാഖം 1, 2, 3 പാദം തുലാക്കൂറാണ്. തുലാക്കൂറിലുള്ളവർക്ക് വരുമാനം, ജോലി, മിച്ചം എന്നിവയ്ക്ക് വ്യാഴം ഇവരെ സപ്പോർട്ട് ചെയ്യും. എല്ലാ രീതിയിലും ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മുന്നേറാനും കഴിയും. ഇവർക്ക് 1-ൽ കൂടുതൽ ഭവനം കാണും, സ്ഥാപനം ഉണ്ടാകും, ജോലിക്കാരുണ്ടാകും. ജീവിത പങ്കാളിയെ ജീവനെപ്പോലെ സ്നേഹിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് കഴിയും. ഇവരും നല്ല പ്രിയരാണ്. ആക്ടിങ്ങിൽ, സ്റ്റോറി റൈറ്റിങ്ങിൽ ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നവരാണ്. ഇവർ പഠിക്കുന്ന കാലത്തായാലും എല്ലാ കാര്യങ്ങളും 1-ൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് ഭവനങ്ങൾ 1-ൽ കൂടുതൽ ഉണ്ടാകും. ഇവർ മറ്റുള്ളവരെ സഹായിക്കും. ഇവർ ബസ് സ്റ്റാൻഡുകളും മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിക്കൊടുക്കാൻ മനസ്ഥിതി ഉള്ളവരാണ്. നല്ല രീതിയിലുള്ള ജീവിത വിജയം കൈവരിക്കും. ഈ വർഷം അങ്ങനെയാണ്. ചോതി നേതൃത്വത്തിൽ വരാൻ സാധ്യതയുള്ളവരാണ്. ആരെയും എന്തും കൈവച്ച് സഹായിക്കാൻ കഴിവുള്ളവരാണ്. വാഗ്മിയാണവർ, പ്രാസംഗികർ എന്നർത്ഥം. ഏത് തരത്തിൽ നോക്കിയാലും ഇവർ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ പോലും, ജീവിതത്തിൽ മുന്നോട്ടുള്ള തടസ്സമുണ്ടായാലും പ്രതീക്ഷിക്കുന്നതിന് പുറമെ പ്രതീക്ഷിക്കാത്തവരുടെ സപ്പോർട്ടോട് കൂടി മുന്നേറാൻ കഴിയും. സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും. ഇത് ശൈലിയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വ്യക്തി ജീവിതത്തിലും കലാ, സാഹിത്യം എന്നീ രംഗങ്ങളിൽ ഇവർക്ക് വെന്നിക്കൊടി പാറിക്കാൻ കഴിയും. ചോദിച്ച് വാങ്ങാൻ കഴിവുള്ളവരാണ്, ചോദിച്ച് വാങ്ങുന്നവരാണ്. ഇവരെ നരസിംഹമൂർത്തിയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അങ്ങനെയെങ്കിൽ
അവർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ന്യായമായ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം നേടിക്കൊടുക്കും. ജീവിത പങ്കാളിയെ ലഭിക്കും, നല്ല മക്കൾ ജനിക്കും, 2-3 ഭവനങ്ങളുണ്ടാകും, സ്ഥാപനമുണ്ടാകും. വീരരുമാണ്. അത് സമൂഹത്തിൽ മാതൃകാപരമായ ജീവിതം നയിച്ച് കുടുംബം നോക്കി മുന്നോട്ട് പോകും. വിശാഖം 1, 2, 3 പാദങ്ങൾ തുലാത്തിലാണ്. ഇവർക്ക് ശ്രീമുരുകനുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് പഠിച്ചിരുന്ന കാലത്തായാലും അകാരണമായി ഒരു ഏകാന്തത തോന്നുന്നവരാണ്, ഏകാന്ത ദുഃഖം അനുഭവിക്കുന്നവരാണ്. ഇവർക്ക് ലോട്ടറി അടിച്ചാൽ പോലും ഇവർക്ക് ആ ദുഃഖം ഇവരെ വേട്ടയാടുന്നതാണ്. അതിന് കാരണം ഇവരുടെ ഉള്ളിൽ ഒരു ആത്മീയ ചിന്ത, സമൂഹത്തിൽ ഒറ്റപ്പെടുമ്പോഴല്ല, എല്ലാം ഉപേക്ഷിച്ച് ഒരു ആത്മീയ ജീവിതം നയിക്കണമെന്ന് ഇവരുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ എന്നൊക്കെയോ തുടങ്ങി വെച്ച കാര്യം അതിലുണ്ട്. അത് തന്നെയാണ് ആ കാരണത്തിന് അതിന് കാരണം. ഇവർക്ക് സന്താനങ്ങൾ കുറവായിരിക്കും, ഉള്ള സന്താനങ്ങൾ പ്രസിദ്ധരായിരിക്കും, അവർ എഴുത്തുകാരോ പ്രാസംഗികരായി വീടിനും നാടിനും ഗുണം ചെയ്യുന്നവരായിരിക്കും ഇവരുടെ സന്താനങ്ങൾ. അവർക്കും ഒരു സ്ഥാപനമോ ഒരു ബുക്ക് സ്റ്റാൾ അതുപോലെയുള്ള സ്ഥാപനമോ വർക്ക്ഷോപ്പോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളവരാണ് ഇവർ. മുന്നോട്ട് പോകുന്ന വഴിയിൽ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ഇവർ സ്വയം അത് മാറ്റിപ്പോകാനേ കഴിയൂ. ഇവരെ പ്രത്യേകിച്ച് ഒരാൾ വന്ന് സഹായിക്കും എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അവർ അത്തരം വിചാരമുള്ളവരുമാണ്. ഇവർക്ക് ശമനമായ ഒരു ഭാവി ഉണ്ടാകും. തീർച്ചയാണ്. സന്തോഷം. ഇതാണ്.